ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന തൊടുപുഴയിലോട്ട് വരണോ. ഇന്നലെ ഞങ്ങൾ നൈറ്റ് അവിടെ നിന്ന് കയറി ഇന്ന് മോർണിംഗ് നമ്മളെത്തി. കല്യാണം കഴിഞ്ഞിട്ട് നിലവിൽ ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ 4 കൊല്ലം 5 കൊല്ലമാണോ പറഞ്ഞത്. പക്ഷേ അതെ, 8 കൊല്ലം അടുക്കാനായിട്ടും നമ്മളുടെ ഒരിടത്ത് ഒരു പള്ളി മാത്രമുണ്ട് നമ്മൾ കല്യാണം കഴിച്ചു എന്നുള്ളതിന് തെളിവ്. പഞ്ചായത്തിലെ ഒരിടത്തും രേഖകളിലൊന്നുമില്ല. ഞങ്ങളിപ്പോൾ വന്നിട്ട് 1 വർഷമായിട്ട് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുക. സ്മാർട്ട് വഴി ചെയ്യാമെന്ന് പറഞ്ഞു, അതുവഴി ചെയ്ത് നോക്കി, ഫ്ലോപ്പായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വരണ്ട വന്നു. ഇന്ന് നമ്മൾ ചേട്ടാൻ്റെ അടുത്ത് പഞ്ചായത്തിൽ പോവുകയാണ്. ഇന്നെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെറിയ കുറച്ച് വീഡിയോകൾ കാണാം. അയ്യോ, നീണ്ട 1 മണിക്കൂറത്തെ വിശ്രമത്തിന് ശേഷം നമ്മളവിടെ പോയി കുറച്ച് നേരം ഇരിക്കേണ്ട വന്നെങ്കിലും വരുന്ന സർട്ടിഫിക്കറ്റ് സെറ്റായി എന്ന് പറയാൻ പറ്റത്തില്ല. അതിന് എങ്ങോട്ടായിട്ടേ പോയിട്ട് വരണേ. അവിടെ പോയതിന് ശേഷം നമുക്ക് മെസ്സേജ് വരും. മെസ്സേജ് വന്ന ശേഷം നമുക്ക് നാട്ടിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. നമ്മളിനി തിരിച്ചിങ്ങോട്ട് വരണ്ട, മേടിക്കാനായിട്ട് തൊടുപുഴയ്ക്ക് വരണ്ടാന്ന് പറഞ്ഞു. അത് വലിയൊരു ആശ്വാസം. നമ്മളിപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കാൻ പറഞ്ഞിട്ട് നാൾ കുറേ ആയി. ഒരു 2-3 മാസം മുമ്പ് നമ്മൾ ഇതിനു വേണ്ടി തന്നെ വന്നൊരു 10 ദിവസം ഇവിടെ അതിൻ്റെ പുറകെ നടന്ന് ശരിയായില്ല. ഇപ്പോഴാണ് ഏതായാലും സാധിച്ചു ശരിയായില്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ ഇന്നത്തെ തൊടുപുഴ ടൗണിലോട്ട് പോവാണ്. കല്യാണം കഴിക്കുന്നതിൻ്റെ ഭാഗമായി, സർട്ടിഫിക്കറ്റ് കിട്ടിയതിൻ്റെ ഭാഗമായി നമ്മൾ ആഘോഷിക്കാൻ പോവാണ്. കേട്ടോ, കനാല് കാണിക്കാം. കണ്ണൂർ കിടക്കുന്ന നമ്മളെ കനാല് കാണിക്കാൻ കൊണ്ടുവന്നു. നമ്മുടെ കണ്ണൂർ കനാലുണ്ട്. ഞങ്ങൾ കനാലിന് തോടെന്ന് പറയും, നിങ്ങൾ തോടിന് കനാല് പറയും. നല്ല വീടാണല്ലോ. അതേ ഞാൻ പറഞ്ഞ ചെടി ഈ വീട്ടിൽ കാണും മിക്കവാറും. കേട്ടോ, നോക്കട്ടെ, വാഴയുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ വാഴ അതല്ല, എൻ്റെ കനാൽ എന്തിട്ടായി. അയ്യോ, ചേട്ടൻ വന്നപ്പോ ഇത് കാണാൻ നിൽക്കുന്നു. ഇത് വില്ലകളാട്ടോ. ചേട്ടാൻ്റെ നാട്ടിൽ വരെ ചേട്ടാ എന്നോട് അതൊക്കെ എന്നാ ഇത് വില്ലകളാ. ഇവിടെയാണ്. ഇത് വില്ലകളാ. എവിടെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കൊടയത്തൂരാ. നമ്മളന്ന് അങ്ങോട്ട് കനാല് അതിന്റെ താഴത്തോട്ട് തോട് പോയി. എങ്ങനെയുണ്ട്? നമ്മുടെ വീടിന്റെ മുമ്പിൽ കൊണ്ടുവച്ചിട്ട് ഇതിക്കിട്ട് 3 എണ്ണത്തിന്റെ ഒരു വലിപ്പം ഓർമ്മത്തിനുണ്ടെങ്കിൽ സുഖമായിട്ടൊരു ഹട്ട് പോലെ അല്ലേ. ഹൈവേ അല്ല, ബൈപ്പാസിന് എങ്ങനെ കിടന്ന റോഡാ നോക്കി. അല്ല, നമ്മുടെ ഇതിൻ്റെ അങ്ങോട്ടുള്ള വഴി നോക്കാം. അവിടെ 6, ഇവിടെ കുളം. 6 കുളം. അയ്യോ, ഒരാൾ രാവിലെ കാറ് നല്ല വൃത്തിക്ക് കഴുകിയത് എന്തിനാ നീ ചെന്നിട്ടോ വണ്ടി. അതിനാ വണ്ടി അവിടെ നിർത്തിയിട്ട് പോലും. ഓ, ഇവിടെ നിന്നാണ് ആ പൈപ്പെടുത്ത മതിലിൻ്റെ അപ്പുറത്ത് കിടന്നത്. നമ്മുടെ വീടത്തി ഇന്നിവിടുത്തെ വള്ളക്കാർക്കൊരു വെല്ലുവിളിയാവും.
രാവിലെ വലുതോ ചെറുതോ? വലുതാ. വലുതോ? ഈ വയറ് വേറെ ഇതിന് മാത്രം ഉപയോഗിക്കാനുള്ളതാണ്, വെയിറ്റിന് മാത്രം. 1 കിൻഡൽ മീനുമായിട്ട് വരാൻ പോവാം. അയ്യോ കുട ഉണ്ടോ? വേണ്ട പറഞ്ഞ പോരെ, ഫോണ് തന്നെ ചെയ്യുന്നാൽ മതി. അവനെന്ത് ആ സാധനം കിട്ടുമെന്നുണ്ടായിരുന്നു. ചെളിയുണ്ടല്ലേ? വെള്ളം കാലം കൂടെ അത്യാവശ്യം മീൻ കിട്ടും. എവിടെ? എൻ്റെ അമ്മ ചെളിയാ. സൈഡിൽ കൂടെ അങ്ങോട്ട് ഊരിലുണ്ടോ? അങ്ങനെ മീനെ കണ്ടില്ലേ? ഇല്ല, ചായ ഇല്ല. ഞങ്ങൾ പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞോ പുല്ലെടുക്കാൻ? ഓ ഒന്ന് ഇടാവോ ഷുണ്ടി കൊണ്ട്? ഞാൻ പിടിച്ചോണ്ടിരിക്കുക. അങ്ങോട്ടോ സമയം നോക്കി വെക്കാം ഞങ്ങൾ. ഞങ്ങൾ സമയം നോക്കി വെക്കും. ഇപ്പം അവർ പോയാ എന്തോരം ചെറുപ്പം എന്തോരം അവനെ കൊണ്ട് അങ്ങോട്ട് പോയാ പോർച്ചിലോട്ടായിട്ട് ഞാൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പത്രം വായിക്കുന്ന ശീലം ഇല്ലല്ലോ. എന്നാ ചേട്ടാ ഇതേ കുറച്ചേരം അത് മാറ്റിയിട്ട് നിന്നോളൂ. അങ്ങനെയെങ്കിലും ബുദ്ധിയുള്ളത് ഇനി എന്നോട് ചെയ്യുന്നേ? മതി. വിളിച്ചാ ആ വൈറ്റാണ്.
നോക്കിയാളെ വിളിച്ചോ നമ്മൾ ആറ്റുമീൻ വലയിട്ട് ആറ്റുമീൻ വറക്കോ? ആറ്റമീൻ വറക്കാനുള്ളത് പരിപാടിയിലാണ്. ഇത് വറുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ കഴിച്ചിട്ടില്ല. നീ കഴിച്ചിട്ടില്ല? നല്ല ടേസ്റ്റാണ്. ഇത് ഇന്നലെ ആറ്റുമീൻ കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മേടിച്ചാണോ? നിങ്ങളല്ലേ പോയ വലയിടാൻ? ഞങ്ങളുടെ പോയാൽ കിട്ടുമെന്ന് ഉറപ്പല്ലേ? അല്ല, കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പോൾ പട്ടിണിയാണല്ലോ മൊത്തം മീൻ അപ്പം മേടിച്ച് സാമ്പാർ വെച്ചോ. വേണ്ട, കുറച്ച് കഴിയുമ്പം സ്രാവ് കൊണ്ടുവരുമോ? കെട്ടിക്കൊടുത്തതാ നയിച്ചൊന്നുള്ള കൊല്ലും. അത് പേടിച്ചിട്ടൊക്കെ കഴിക്കുന്ന വേൾഡ് കപ്പേ നാട്ടിലെ മീനോ? ഇതിന് മറ്റേ വെള്ളത്തി ആണോ റോസപ്പൂവോ? എനിക്ക് എന്താ അറിയുന്നേ? അറിയാം അറിയടി. അറിയടി. അയ്യോ ഇതെന്നെ ഉദ്ദേശിച്ചെന്ന് പറയാമോ? അത് ഞാൻ എടുക്കൂല, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഓടും. ഈ വീട്ടിൽ എവിടെ ഫ്രെയിം വെച്ചാലും തുണി ഉണ്ടോ? കുറച്ചെണ്ണത്തിന് ഉപ്പ് കൂടുതലാണല്ലോ ഹിന്ദു. എനിക്കത് ലാസ്റ്റ് അങ്ങനെ അങ്ങനെ നമ്മൾ വീട്ടിൽ ഇരുന്നപ്പം അനിയും പറഞ്ഞു കോളപ്പുറയിലെ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന്. ഇതങ്ങനെ ചുമ്മാ ഇറങ്ങി ഷൂട്ടിംഗ് ഒന്ന് കാണാതെ നടത്തുമ്പോൾ ടോവിനോട് സിനിമയുടെ ഷൂട്ടിംഗാണ്. ടോവിനോനെ അടുത്ത് കണ്ടു. പക്ഷേ നിർഭാഗ്യവശാൽ എന്താണ് വീഡിയോയുടെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അച്ഛനമായിട്ട് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നു. എന്നാലും അവർ കാണാതെ വീഡിയോയുടെ മറ്റേ ഒരു പള്ളിയുടെ സെറ്റിട്ടുണ്ട്, അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ കുറച്ച് എടുത്തിട്ടുണ്ട്. അതിന് ഈ വീഡിയോയുടെ കൂടെ ചേർക്കാം. ടോവിനോനെ കണ്ടു, വൈഫിനെ കണ്ടു, പിള്ളേരെ കണ്ടു, ടോവിനോയുടെ വണ്ടി കണ്ടു അല്ലേ? അയ്യോ അല്ലെങ്കിലും കേട്ടോ അപാര ഭംഗിയുള്ള സ്ഥലം. അങ്ങനെ സ്ഥലം. ഇവിടെ നേരെ സെൽഫി എടുത്തേട്ടോ. ശരിയുടെ ഈ പാലം കയറി അപ്പുറം എത്തണം നമുക്ക് ഷൂട്ടിങ് ആണെങ്കിൽ. പച്ച കത്തിയും കാര്യം വരില്ല. ഒരു പെണ്ണും കണ്ട് ചാടി എന്നിട്ട് അന്നേരം തന്നെ എവിടെ അങ്ങനെ എനിക്ക് രക്ഷ. ഗസ്റ്റുകൾക്ക് താമസം കുറേ വണ്ടി നോക്കണേ. സിനിമാക്കാരാണോ? ഇങ്ങോട്ടൊക്കെ എല്ലാവരുടെ വീടുകളിൽ കൂടെ റംബൂട്ടാനാണ്. എന്തൊരു ഭംഗിയാ നോക്കി. നമ്മുടെ വീട്ടിൽ പോകുന്നതാകുമ്പോഴേക്കും നമ്മൾ തല്ലി പറിക്കും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഫോട്ടോഷൂട്ട്, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മൊത്തം ഇതാ ഇവിടെയായിരുന്നു. നല്ല കുറേ ഫോട്ടോസ്, നല്ല മെമ്മറി ഇപ്പോൾ ഈ സ്ഥലത്തോട്ട് ഇങ്ങനെ പോകുമ്പോൾ. ഇപ്പോൾ ഓർമ്മ പുതുക്കാൻ അവിടെ ചായ കുടിച്ചിട്ട് പോകുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.